എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് നോക്കിയാലോ. കണ്ടോ, വേറൊന്നുമല്ല, പഴം വെച്ച് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവുക. പിന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അരിഞ്ഞ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒരു 5-6 പച്ചമുളക് എടുത്ത് നല്ല ടേസ്റ്റാണ്. ഇതിന് പച്ചമുളക് ഏറെ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പയിലൊക്കെ വെച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വേകട്ടെ. വേകുമ്പോൾ കണ്ടോ തിളച്ചൊക്കെ കഴിഞ്ഞു. തിളച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പഴം ഏത്തപ്പഴം ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് അത് വേകട്ടെ. വലിയ താമസമൊന്നുമുള്ള കറിയൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങളാണ് നമ്മളെടുത്തത്. ഒരു ചെറിയ മുറി തേങ്ങ, ലേശം എന്ന് വെച്ചാൽ ആവശ്യത്തിന് മല്ലിപ്പൊടിയും പോട്ടെ, നമ്മുടെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, ഇത്ര സാധനമാണ് നമ്മളെടുത്ത് അരച്ചത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തിരിച്ച് അരച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇതൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറിയിലേക്ക് നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. ഒത്തിരി വെള്ളം വേണ്ട, ചാറൊന്ന് കുറുകിയിരിക്കുന്നതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കുറച്ച് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. ഒത്തിരി വെള്ളമില്ല, എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറി ഒന്ന് തിളയ്ക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ചൂടായി കഴിഞ്ഞ് മാറ്റി വെക്കണം. അപ്പോൾ ഇച്ചിരി ലേശം ഉപ്പ് കുറവായിരുന്നു, ഉപ്പും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം, തിളയ്ക്കാൻ നിൽക്കരുത്. തിളച്ചാൽ കറി പിരിഞ്ഞു പോകുന്നതോട്ടായിപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് താളിച്ചിടാം. ആദ്യം ലേശം ഉലുവ ഇട്ട് കൊടുത്തു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി 2-3 മുളകും കൂടി ഇടണം. അതാണ് മോര് കാച്ചെന്ന് പറഞ്ഞാൽ ഈ മുളക് ഇട്ടാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. നമ്മൾ 2-3 മുളക് മുറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മോര് കറി, അതായത് ഏത്തപ്പഴം ഇട്ട മോര് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കൂട്ടാനായിട്ട്. വലിയ മധുരവോ അങ്ങനെ ഓവർ പുളിയോ ഒന്നുമില്ല, ആവശ്യത്തിനാണ് എല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബൈ.